പേര് തസ്നിയ. ഞാൻ വണ്ടൂർ കാപ്പിലാണ് സ്വദേശം. എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയ പനിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിവിധ ഡോക്ടർമാരെ ഇവിടെ സലാഹുദ്ദീൻ സാറൊക്കെ കാണിച്ചിരുന്നു. അന്ന് പനിയായിട്ടാണ് ഇവിടെ കാണിച്ചത്. പിന്നെ അതിനുശേഷം എനിക്കൊരു ശ്വാസതടസ്സത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞ വ്യാഴാഴ്ച ഇങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് അർജൻറ്റ് കേസായിട്ട് വന്നതായിരുന്നു. വളരെ നല്ല ഒരു ഇതാണ് ജോയൽ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ. കാരണം ഞാൻ ഫസ്റ്റ് ടൈം കാണാനാണ് ഡോക്ടറെ. സാധാരണ നമ്മൾ ഇവിടെ നിംസിൽ വരാറുണ്ട് ഒരുപാട് കേസുകളൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഡോക്ടറായിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും മിങ്കിൾ ചെയ്യുന്നതും. എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടായിരുന്ന ഡോക്ടർ ഭാഗ്യമ്മയുടെ ആയിരുന്നു. അതിനുശേഷം ഞാൻ കണ്ടുമുട്ടുന്ന അത്ര നല്ല ഡോക്ടറാണ്. ഡോക്ടർക്ക് എത്തിയപ്പോൾ തന്നെ ഡോക്ടർക്ക് എൻ്റെ കാര്യം മനസ്സിലാക്കി നേരെ കാഷ്വാലിറ്റിക്ക് മാറ്റി. വളരെ ശ്വാസം എടുക്കാം അത്രയും ബ്രീത്തിങ് പ്രോബ്ലം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് എന്നെ ഇവിടെ അഡ്മിറ്റാക്കി. പിന്നെ സാറ് പറഞ്ഞു 2 ദിവസം അഡ്മിറ്റ് ആയാലേ എന്താന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അഡ്മിറ്റിൻ്റെ ഇത് പറഞ്ഞപ്പോൾ. പക്ഷെ സാറിൻ്റെ നിർബന്ധം അതുകൊണ്ടാണ് അന്നിവിടെ അഡ്മിറ്റ് ആയത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ അന്ന് അഡ്മിറ്റ് ആവുന്ന സമയത്തൊക്കെ ശ്വാസം എടുക്കാനൊക്കെ അത്രയും ബ്രീത്തിങ് പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇന്നലെ മുതൽ ഞാൻ പഴയ എൻ്റെ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്. സാറിൻ്റെ സപ്പോർട്ടാണെങ്കിലും സാറിനൊന്നും വിളിക്കുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ വിശദമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് വന്നിരുന്നു. നിംസ് ഹോസ്പിറ്റലിനാണെങ്കിലും ജോയൽ സാറിനും ഒരുപാട് നന്ദി. കാരണം പിന്നെ ജോയൽ സാർ ഇവിടെ വന്നിട്ട് അധികമായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും രോഗികൾക്കിടയിൽ ഇത്ര നല്ലൊരു ഇത് ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇനിയും നിംസ് ഹോസ്പിറ്റലിൻ്റെ ഓരോ വളർച്ചയ്ക്കും എല്ലാവിധ ഭാവുകളും നേരുന്നു. എല്ലാവരും